ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, ഈ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു കാർമിക ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം ഇതിൽ ഒരു കർമ്മബന്ധത്തിൻ്റെ കണക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ സോളുകൾ തമ്മിലൊരു കോൺട്രാക്റ്റ്, ഒരു കാർമിക ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് എടുത്തിട്ടാണ് വന്നത്. കാരണം ഈ ഒരു ജന്മത്തിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തേക്കാം. അതിലൂടെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഇവക്കണിങ് വന്നേക്കാം. അങ്ങനെ വന്നുകൊള്ളാം എന്ന് നിങ്ങൾ ഒരു കോൺട്രാക്റ്റ് എടുത്തിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് പോലും. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയത്. കാരണം ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് വേദനയും അതിൽ നിന്നും നിങ്ങൾക്ക് ആ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസസും ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതെന്നുള്ളതാണ് കാണുന്നത്. കാരണം വേറെ ആർക്കും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. അത് ഈ ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ സ്പിരിച്വൽ ആക്കാൻ പറ്റുള്ളൂ, ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെ വിചാരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കോൺട്രാക്റ്റ് എടുത്തിട്ട് വന്ന അതാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. മറ്റാർക്കും തരാൻ പറ്റാത്ത വേദനകൾ ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളതാണ്. വേറെ ആരും വിചാരിച്ചാൽ ഇത്രയധികം പെയിൻ നിങ്ങൾക്ക് തരാൻ പറ്റൂല. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയിൽ ഒരുപാട് അഡിക്ഷനോ ഒരുപാട് സ്നേഹ കൂടുതലോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങളുടെ കംഫർട്ട് സോൺ ആയിരുന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോകുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറയുമെന്നോ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുമെന്നോ ഒന്നും ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാതിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാൾ നമ്മളെ ചതിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പെയിനിലൂടെ നിങ്ങൾ എത്തേണ്ട ഒരു സ്ഥലത്ത് എത്തണം എന്നുള്ളതാണ് ദൈവനിശ്ചയം. അത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് കൂടിയാണ് എന്നുള്ളതാണ്. ഇതൊരു കാർമികമായിട്ടുള്ളൊരു ഒരു കാര്യമാണ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും കൊണ്ടുവന്ന ഒരു കാര്യമാണ് എന്നാണ് കാണുന്നത്. ഫൈവ് ഓഫ് പെന്റക്കിൾസ് ആണ്, നഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ ഹോൾഡ് ചെയ്തിരുന്നത് അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിലനിർത്തി വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വിട്ട് കളയേണ്ടി വന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രിയപ്പെട്ടതാണ് എന്ന് നിങ്ങൾ കരുതിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരുന്നിരിക്കാം. വ്യക്തികളാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളാകട്ടെ, അതൊക്കെ നിങ്ങളുടെ സോളിന് ആവശ്യമില്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണ്. നിങ്ങൾ വേറൊരു വഴിക്ക് പോകേണ്ട ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ ആ വഴിയിലൂടെ പോകാതെ നിങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരിക്കണം. അതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് വേണ്ട എന്ന് ദൈവമായിട്ട് തീരുമാനിച്ചതാണ്. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടിയിരുന്ന കാര്യമായിരിക്കാം ഈ നഷ്ടപ്പെട്ടു പോയത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രണയിച്ചതും പ്രണയം എന്തെന്ന് നിങ്ങളെ അറിയിച്ചതും ഒക്കെ ഈ വ്യക്തിയായിരിക്കണം.
അപ്പോൾ ചിലപ്പോൾ ഇത് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാനും ഉള്ള സാധ്യതയുണ്ട്. കുറേ ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കാം. കാരണം നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പിലൊന്നും കിട്ടാത്ത ഒരു സന്തോഷം അത് നിങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ ഓരോ വ്യക്തിക്കും ഒരു ജീവിതത്തിൽ നമുക്കൊരു പ്രണയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം, അങ്ങനെ ഒരു അവസരമാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതാണ്. വേറെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിടത്തുനിന്നും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഒരു പ്രണയത്തിൻ്റെ ഏറ്റവും ഒരു തീവ്രമായ ഒരു ഇതിലേക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതും ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിരുന്നിരിക്കാം. അപ്പോൾ അത് ആ ഒരു പ്രണയത്തിലൂടെ നിങ്ങൾ കടന്നുപോയിട്ട് അത് നിങ്ങൾക്ക് കിട്ടാതായപ്പോൾ ഉള്ള ഒരു ഹാർട്ട് ബ്രേക്കിലാണ് നിങ്ങൾ ഈ സമയം എന്നുള്ളതാണ്. ചിലപ്പോൾ അത് കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ആ ഒരു ഹാർട്ട് ബ്രേക്ക് കടന്നു പോയിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങളെ ഇമോഷണലി ഒരുപാട് മാറ്റിയ ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യാൻ തക്കമുള്ളൊരു ആളായിരുന്നു ഈ വ്യക്തി എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിച്ച കാര്യമൊന്നുമല്ല. നിങ്ങൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ വ്യക്തിയിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ടെൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ചീറ്റിംഗ് ആണ് എന്നാണ് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പൊ ചീറ്റിംഗ് എന്താണെന്നും അതിന് എത്രമാത്രം തീവ്രതയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ ഈ ഒരു വ്യക്തി സഹായിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ ഒരു കർമ്മ ക്ലോസ് ചെയ്യുന്ന ഒരു എനർജിയും കൂടെയാണ് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തിയോട് ഇങ്ങനെ ഈ ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ സെയിം ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം കുറേ ആൾക്കാർ. അല്ലാത്തവർ ഈ ഒരു സമയം ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, നിങ്ങൾ ഇനി എന്ത് വേദന വന്നാലും ഇതിനേക്കാളും വലുതല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പെയിൻ തന്ന ഒരു എക്സ്പീരിയൻസ് ഇതായിരിക്കും, ഈ ഒരു പ്രണയമായിരുന്നിരിക്കാം. ഇത് എൻ്റെ ആയപ്പോൾ നിങ്ങൾക്കിനി വേറെ ഏത് തരത്തിലുള്ളൊരു വേദന വന്നാലും നിങ്ങൾക്കത് ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും. ഇതിനേക്കാളും വലുതായിട്ട് വേറെ ഒന്നും നിങ്ങൾക്ക് വരാനില്ല എന്നുള്ളൊരു പാഠമാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ കിട്ടിയത്. കാരണം പ്രണയത്തിൽ വരുന്ന ആ ഒരു വേദന മാത്രമാണ് എല്ലാവർക്കും അത് ശരിക്കും ഓവർകം ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. വേറെ എന്ത് തരം പ്രശ്നം വന്നാലും അത് സൊല്യൂഷൻ കാണാൻ പറ്റും. പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പെട്ടെന്ന് അത് ചീറ്റിംഗ് വരുമോ അല്ലെങ്കിൽ വിട്ടിട്ട് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന് പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയി എന്നാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങൾ അതിൻ്റെ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ എല്ലാ സന്തോഷങ്ങളും നിങ്ങളവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേറെ ഒരു കാര്യവും ഇത്രയധികം നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം. അപ്പോൾ അത് പോയപ്പോൾ നിങ്ങൾ സ്റ്റക്കായിപ്പോയി എന്നുള്ളതാണ്. അനങ്ങാൻ പറ്റാത്തവണ്ണം നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോയത്. അപ്പോൾ അത്രമാത്രം പെയിൻ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയൊരു പെയിൻ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് വേറെ ആര് തന്നാലും നിങ്ങൾക്ക് ഇത്രയധികം ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടൂല. പക്ഷെ അത് ഈ ഒരു വ്യക്തി തന്നാൽ മാത്രമേ അത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. പിന്നെ ഇതൊരു കണക്ക് തീർക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു കർമ്മ ക്ലിയർ ചെയ്യുന്നതായിരിക്കാം, അങ്ങനെ കാണാം. ജഡ്ജ്മെന്റ് ആണ് തീർച്ചയായിട്ടും അതൊരു കർമ്മയാണെന്നാണ് കാണുന്നത്. ഇതൊരു പാസ്റ്റ് ലൈഫ് ബന്ധമുള്ള ഒരു റിലേഷൻഷിപ്പാണ്. കഴിഞ്ഞ ഏതൊക്കെയോ ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അത് ഒന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. കാരണം ചിലപ്പോൾ ഹസ്ബൻഡായിട്ടായിരിക്കാം, ചിലപ്പോൾ വൈഫായിട്ടായിരിക്കാം, ചിലപ്പോൾ കുട്ടികളായിട്ടായിരിക്കാം, ചിലപ്പം മാതാപിതാക്കളായിട്ടായിരിക്കാം. അങ്ങനെ കുറേയധികം ജന്മങ്ങളിൽ കുറേയധികം രൂപഭാവങ്ങളിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ
ഈ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം. ഒരു സോൾ ഫാമിലി ആയിരുന്ന ഒരാളാണ്. അത് ഏറ്റവും കൂടുതൽ ഒരു ഏറ്റവും കൂടുതൽ ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ടായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് വാങ്ങിയതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഈ ഒരു സമയം ഉണ്ടായത് എന്നാണ് കാണുന്നത്. എംപ്രസിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങളാക്കി മാറ്റിയത് ഈ ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ്. നിങ്ങളെന്താണോ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണോ, നിങ്ങൾ എന്താണോ ആകേണ്ടത്, അത് നിങ്ങളെ ആക്കിയത് ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയത് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങൾ കണ്ടെത്തി ഒരു സുപ്രഭാതത്തിൽ അത് ഇല്ലാതായി പോയ സമയത്ത്, നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ ജീവിതം ബ്ലാങ്ക് ആയിപ്പോയ സമയത്താണ് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തത്. അപ്പം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയത് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷവും വന്ന റിലേഷൻഷിപ്പ് പോയതിന് ശേഷമാണ് എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു ബന്ധത്തിന് മുൻപും പിൻപും നിങ്ങൾ രണ്ട് വ്യക്തികളായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ ബന്ധം വരുന്നതിന് മുന്നേ ഉള്ള ആളായിരുന്നില്ല ഈ ബന്ധം വന്നതിന് ശേഷം. അപ്പോൾ അത്രയധികം മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പ് സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഈ ഒരാളിനെ അത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. 8 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ഒരുപാട് സക്സസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ കുറേ തടസ്സങ്ങൾ മറികടക്കുന്നത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയത്, വളരെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായത് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമായിരിക്കാം. നിങ്ങൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളായിത്തീർന്നതും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം. അപ്പം നിങ്ങളുടെ സക്സസ് കണ്ടെത്തി തരാൻ ഇത് സഹായിച്ചു, ഈ വ്യക്തി സഹായിച്ചു എന്ന് തന്നെ പറയാം. ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പം നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള പവർ കണ്ടെത്താനും ഈ ഒരു റിലേഷൻഷിപ്പ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്പിരിച്വലി നിങ്ങൾ എന്താണ്, നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ വഴി എങ്ങോട്ടാണ്, അപ്പോൾ അതൊക്കെ കണ്ടെത്തി തരാനും ഈ ഒരു റിലേഷൻഷിപ്പ് സഹായിച്ചു എന്നുള്ളതാണ്. ഇത് ബ്രേക്കപ്പ് ആയി പോയതിന് ശേഷമായിരിക്കണം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നത്. അപ്പോൾ അത് നിങ്ങളൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് വന്നതായിരിക്കാം. വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഡിവൈനുമായിട്ട് ഡയറക്റ്റായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റി. മറ്റുള്ളവരെക്കാളും എന്തോ ഒരു സംതിങ് സ്പെഷ്യലാണ് നിങ്ങളെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡീപ്പായി പോയതും. 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ വിട്ടുപോകലിന്റെ വേദന അല്ലെങ്കിൽ നഷ്ടപ്പെടലിന്റെ വേദന മനസ്സിലായത് ഈ ഒരു ആള് വന്നതിന് ശേഷമായിരിക്കണം. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയാൽ മാത്രമേ നമുക്ക് വേദന വരുള്ളൂ. അപ്പോൾ നമ്മൾ അത്രമാത്രം കെയർ ചെയ്യാത്ത ഒരു കാര്യം നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്കതിന് നമ്മളുടെ ജീവിതത്തെ അത് വലിയ തരത്തിലൊന്നും ബാധിക്കൂല. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എപ്പോഴൊക്കെയോ നിങ്ങൾക്ക് അപ്പോഴാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടൽ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടി എന്നാണ്. 6 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. നിങ്ങളെ വേറൊരു തലത്തിലെത്തിക്കാൻ ഈ ഒരു ബന്ധം സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെ വളരെ കംഫർട്ട് സോണിൽ നിന്ന നിങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചത് ഈ ഒരാളായിരിക്കണം. ഇത് ചിലപ്പോൾ ഈ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ കംഫർട്ട് സോൺ, നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഒക്കെ ഈ വ്യക്തിയായിരുന്നിരിക്കാം. പക്ഷേ ഇതിൽ നിന്നും മാറിപ്പോയപ്പോഴാണ് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടത്, നമ്മൾ ഒറ്റയ്ക്കാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഓവറായിട്ട് അറ്റാച്ച്ഡ് ആകാൻ പാടില്ല എന്നൊക്കെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു മാറിപ്പോകൽ, അതായത് ഈ ഒരു
ഈ കുറേ കാലത്തേക്കെങ്കിലും ഈ ഒരു കണക്ഷൻ വിട്ട് പോയിട്ടുണ്ടായിരിക്കണം. അപ്പം നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ആ ചിന്ത വന്നപ്പോൾ നിങ്ങളിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കണം. അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ ഒക്കെ ഈ ഒരു ബന്ധം നിങ്ങളെ സഹായിച്ചു എന്നാണ് കാണുന്നത്. സൺ ഗാർഡാണ്. ഇതിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ ഇതും ഒരു പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്തത് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കണം. അതിൽ സന്തോഷവും പ്രണയവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കണം. നിങ്ങൾ അതുവരെ ജീവിച്ചതല്ല യഥാർത്ഥത്തിൽ ഒരു ജീവിതം, അല്ലെങ്കിൽ നിങ്ങൾ അതുവരെ എക്സ്പീരിയൻസ് ചെയ്തതല്ല നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയത് ഈ ഒരു ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു സന്തോഷം വന്നു, പുതിയ തുടക്കമുണ്ടായി, നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ജീവിക്കാൻ ഒരു കൊതി അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു. ഇതൊക്കെ ഈ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ്. കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു വ്യക്തി വന്നത്. നമുക്ക് ജീവിക്കണം, പലർക്കും ജീവിതമൊക്കെ മരവിച്ചിരുന്ന സമയത്തായിരിക്കണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ജീവിതം എന്താണ്, സന്തോഷം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം കറക്റ്റാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.